ഇബ്രാഹിം സാഹിബ്, STPI മലപ്പുറം തിരൂർ മണ്ഡലം കമ്മിറ്റി എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. മെമ്പർഷിപ്പ് കൈപ്പറ്റാൻ ഇവിടെ ബംഗാളൂരിന്റെ മണ്ണിൽ STPIയുടെ പുതിയ സാന്നിധ്യത്തിന് കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് നൗഷാദ് കണവതിനെ ക്ഷണിക്കുന്നു. ബഹുമാനികൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KC നസീർ സാഹിബ് അവരുടെ, ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള മണ്ഡലം സെക്രട്ടറി നജീബ് സാഹിബ് അവരുടെ, മണ്ഡലം കമ്മിറ്റി മണ്ഡലം വൈസ് പ്രസിഡന്റ് അഹമ്മദ് നസീബ് അലവി കണ്ണുകുളം, അതുപോലെ തന്നെ ഇബ്രാഹിം പുത്തോട്ടിൽ സബ്ക സാബിക്ക, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, കഴിഞ്ഞ 12 കൊല്ലമായി ഇന്ത്യ രാജ്യത്ത് ഭയത്തിൽ നിന്നും മോചനം, വിശപ്പിൽ നിന്നും മോചനം എന്ന പ്രമേയം സ്വന്തമാക്കി കാലിക പ്രസിദ്ധമായ ഒരു വിടവിൽ അത് നികത്തുന്നതിന് വേണ്ടി വന്ന ഈ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം, അതിലേക്ക് ബംഗാളിൽ നിന്ന് കടന്നു വരുന്ന, അതുപോലെ എന്റെ ശ്രദ്ധ ശ്രവിക്കുന്ന എല്ലാവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിപ്ലവ വിഭാഗങ്ങൾ, ഇന്ന് ഈ സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്നത് ബംഗാളൂരിന്റെ മണ്ണിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ലീഗിന്റെ 10ാം വാർഡിലെ സജീവ പ്രവർത്തകനും വയറ്റുകാരനുമായിരുന്ന കോടേരി വളപ്പിൽ ഹസൻകുട്ടിക്കാരുടെ മകൻ സയ്യിദ് ഹസൻകുട്ടിക്ക, അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലെ ആസിഖ്, ഒരു മാതാവ്, അതുപോലെ മറ്റു എടുത്ത സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇവരുടെ എല്ലാം മെമ്പർഷിപ്പ് വിതരണവും പാർട്ടിയെ നിങ്ങൾക്ക് ലഘുവായി പരിചയപ്പെടുത്തുന്നു എന്ന് ചടങ്ങാണ്. ഇതിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി പരിചയപ്പെടുത്തിയിരുന്നതിനു വേണ്ടി പാർട്ടിയുടെ ആദരണീയായ ജില്ലാ സെക്രട്ടറി KC നസീർ സാഹിബ് അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് STPI. ബ്ലോക്ക് ബ്ലോക്ക് ചെയ്ത് നിന്നാ മതി. ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടിയുടെ തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി
നജീബ് സാഹിബ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് അലവി സാഹിബ്, പ്രിയപ്പെട്ട ഇബ്രാഹിം പുത്തുതോട്ടിൽ, ഷാഫി സബ്ക, പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നൌഷാദ് സാഹിബ്, മറ്റ് എന്റെ മുന്നിലിരിക്കുന്ന കാരണവന്മാരെ, ഈ വെങ്ങാലൂരിലെ യുവ സഹോദരങ്ങളെ, നല്ലവരായ ജനാധിപത്യ ബോധമുള്ള നാട്ടുകാരെ, തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മെമ്പർഷിപ്പ് വിതരണ പൊതുയോഗത്തിലാണ് നമ്മളുള്ളത്. ആദ്യമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കൊടി പിടിക്കാൻ തയ്യാറായി കടന്നു വന്ന മുഴുവൻ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. (2009) മുതൽ ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ചങ്കൂറ്റത്തോടുകൂടി തന്നെ നട്ടെല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് SDPI പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരും വൈറ്റ് അംഗവുമായ സയ്യിദ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം. RSS നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാരം 1925 മുതൽ ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം വിലയിരുത്തുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിക്കുന്ന, നമ്മളൊക്കെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിന്റെ ഫലമായി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് നേടിത്തന്നതാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യത്തെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നാടുകടത്തപ്പെട്ടിട്ടുണ്ട്, പലർക്കും കുടുംബങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹത്തായ ത്യാഗങ്ങളുടെ, ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത്. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ എവിടെയും ഒരു പങ്കുമില്ലാത്ത സംഘപരിവാരത്തിന്റെ നാണമില്ലാത്ത വർഗം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ വളച്ചൊടിച്ച് തങ്ങൾക്ക് പങ്കില്ലാത്ത സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അപനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നത് സമീപകാലത്ത് നമ്മൾ കണ്ടതാണ്. സ്വാതന്ത്ര്യ സമര പോരാളികളുടെ നിഘണ്ടുവിൽ നിന്ന് ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഒക്കെ അടക്കമുള്ള നമ്മുടെ തിരൂരിലെ പള്ളിപ്പറമ്പുകളിൽ അന്തിയിറങ്ങുന്ന വാഗൺ ട്രാജഡി ശുഹദാക്കൾ അടക്കമുള്ള ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വൃത്തികെട്ട ശ്രമങ്ങളുമായി RSS മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ചരിത്രം മായ്ക്കുകയല്ലാതെ, ചരിത്രത്തെ മാറ്റിത്തിരുത്തുകയല്ലാതെ RSSന് വേറെ മാർഗമില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ആ ചരിത്രത്തിൽ എവിടെയും പങ്കില്ല. ഗോൾവാൾക്കർ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ പറഞ്ഞത് സംഘപ്രവർത്തകന്റെ, അതായത് RSSകാരന്റെ ഊർജം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി പാഴാക്കി കളയുവാനുള്ളതല്ല, മറിച്ച് ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരനെയും കയ്യിൽ കിട്ടുമ്പോ അവനെ കൊന്നു തീർക്കുന്നതിന് വേണ്ടി തക്ക സമയത്ത് പ്രയോഗിക്കാൻ വേണ്ടി കരുതി വെക്കേണ്ടതാണ് RSSകാരന്റെ ഊർജമെന്നും ബ്രിട്ടീഷുകാരോടുള്ള സമരത്തിൽ അത് വേസ്റ്റാക്കി കളയരുതെന്നും പറഞ്ഞ RSSന്റെ നേതാവ് ഗോൾവാൾക്കറാണ് ഇവര് പൂജിക്കുന്ന വ്യക്തി.
സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയും ഒരു RSS നേതാവിന്റെ പേര് കാണുക സാധ്യമല്ല. പിന്നെ ഉള്ളത് ആരുടെയാ? VD സവർക്കറുടെ പേരുണ്ട്. ജയിലിൽ കിടക്കുമ്പോൾ നിരന്തരമായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് മാപ്പെഴുതി കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ഷൂസ് നാവ് കൊണ്ട് നക്കി പോളിഷ് ചെയ്ത് കൊടുക്കാൻ തയ്യാറായ രാജ്യദ്രോഹിയായ VD സവർക്കറുടെ പേര് ഇന്ത്യ രാജ്യത്തിന്റെ സമര ചരിത്രത്തിലുണ്ട്. രാജ്യം സ്വതന്ത്രമായതിനു ശേഷം 1948 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന രാജ്യവഞ്ചകന്റെ പേരും നമ്മുടെ ചരിത്രത്തിലുണ്ട്. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരുടെ കൂട്ടത്തിൽ, രാജ്യത്തിന് വേണ്ടി തൂക്കിലേറ്റപ്പെട്ടവരുടെ കൂട്ടത്തിൽ, രാജ്യത്തിന് വേണ്ടി നാട്ടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ, 1 മണിക്കൂറെങ്കിലും സമരത്തിന് വേണ്ടി ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ ഒരു RSSകാരൻ ഒരു സംഘിയുടെയും പേരില്ല, ഒരു സംഘി നേതാവിന്റെയും പേരില്ല. ഇവർ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ വാർത്തകൾ വായിച്ചു വരാം. ആ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ അവർ ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിമിനെ തല്ലിക്കൊല്ലുമ്പോ 1 കോടി മുസ്ലിങ്ങളെ ഭയപ്പെടുത്തണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോ മുസ്ലിമിനെയും തല്ലിക്കൊല്ലുമ്പോ, എറിഞ്ഞുകൊല്ലുമ്പോ, അടിച്ചുകൊല്ലുമ്പോ അതിന്റെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പ്രചരിപ്പിച്ചത്. നിരന്തരമായി ആളുകൾ അടിച്ചുകൊല്ലുമ്പോ അതിന്റെ വീഡിയോ പകർത്തി 4 മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലിപ്പുകളാക്കി രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരെ ഭയപ്പെടുത്തുവാനും കൃത്യമായ ആസൂത്രണം RSS നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ആളുകൾ ഇപ്പോ നിങ്ങളുടെ പ്രദേശത്തും, ഈ വെങ്ങാലൂർ പ്രദേശത്തും യുവമോർച്ചയുടെ പേരിൽ, BJPയുടെ പേരിൽ, RSSന്റെ പേരിൽ, ന്യൂനപക്ഷ മോർച്ചയുടെ പേരിൽ സ്വന്തം ചരിത്രം എന്താണെന്നറിയാത്ത, സ്വന്തം പാരമ്പര്യം എന്താണെന്നറിയാത്ത, സ്വന്തം പൈതൃകം എന്താണെന്നറിയാത്ത ചില ആളുകൾ, ചില കോടാലിക്കൈകൾ മുസ്ലിം സമുദായത്തിനിടയിൽ നിന്നും BJPയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോട് പറയാനുള്ളത്, സ്വന്തം പിതാക്കന്മാരുടെ പേരെങ്കിലും നിങ്ങളൊന്ന് ഓർത്തു വെക്കണമെന്നാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവരുടെ കൂടെ, ഈ രാജ്യത്തെ മുസ്ലിം പിന്നോക്ക ന്യൂനപക്ഷങ്ങളെ കൊന്നുതള്ളാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരുടെ കൂടെ തക്കം കിട്ടിയാൽ നിങ്ങളുടെ മാതാക്കളെയും നിങ്ങളുടെ സഹോദരിമാരെയും നിങ്ങളുടെ പെൺമക്കളെയും ബലാത്സംഗം ചെയ്യുന്നത് പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന സംഘപരിവാർ RSSകാരന്റെ കൂടെ നിങ്ങൾ പോകുമ്പോ നിങ്ങൾ ഒറ്റിക്കൊടുക്കുന്നത്, നിങ്ങൾ വഞ്ചിക്കുന്നത് നിങ്ങൾ പിറന്ന ഗർഭപാത്രത്തെയാണ്, നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തെയാണെന്ന് ഈ RSSകാരന്റെ കൂടെ പോയ ന്യൂനപക്ഷ മോർച്ചക്കാരനെ ഓർക്കേണ്ടതുണ്ട്. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിനെ കുറിച്ച് നമുക്കറിയാം. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിനെ കുറിച്ച് നമുക്കറിയാം. 2009 ഭയരഹിത ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് ഇന്ത്യ രാജ്യത്തുടനീളം നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലും യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലുമടക്കം ആളുകളെ വിളിച്ചുകൂട്ടി RSSനെ ഭയപ്പെടേണ്ടതില്ല. RSSകാർ നിങ്ങൾക്ക് നേരെ കണ്ണുരുട്ടുമ്പോ നിങ്ങൾ ആണത്തത്തോടുകൂടി നട്ടെല്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേർക്കുനേരെ നിന്ന് അവന്റെ കൈ പിടിക്കുകയാണ് വേണ്ടതെന്നുള്ള ആപ്തവാക്യവും മുദ്രാവാക്യവും ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ 2009 തൊട്ട് 2021 നമ്മൾ എത്തി നിൽക്കുമ്പോ യോഗി ആദിത്യനാഥിന് ഇന്ന് പത്രസമ്മേളനം നടത്തണമെങ്കിൽ SDP-യുടെ പേര് പറയാതെ സാധ്യമല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ പേര് പറയാതെ സാധ്യമല്ല. നരേന്ദ്രമോദിക്ക് ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തണമെങ്കിൽ, ഒരു രാഷ്ട്രീയ ചർച്ച നടത്തണമെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേര് പറയാതെ സാധ്യമല്ല. എന്നുള്ളത്തേക്ക് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത് ആണത്തം കൊണ്ടാണ്, ആർജവം കൊണ്ടാണ്, നട്ടെല്ല് കൊണ്ടാണ്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തുടനീളം ചെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ സംസ്ഥാന കമ്മിറ്റി മുതൽ ബ്രാഞ്ച് തലം വരെ ഈ പാർട്ടി അഭിമാനത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അഭിമാനിക്കാം, ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഓരോരുത്തർക്കും അഭിമാനിക്കാം. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലും ഈ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആരെയും ഭയപ്പെട്ട് മാറി നിന്നിട്ടില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 സ്നേഹമുള്ള കുറച്ച് ആളുകൾ പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങളൊക്കെ കാര്യം എന്താവും, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായല്ലോ, നിങ്ങളെ കാര്യമാണ് പ്രശ്നം, ഞങ്ങൾക്ക് ലീഗർക്ക് പ്രശ്നമൊന്നുമില്ല, കോൺഗ്രസിന് പ്രശ്നമൊന്നുമില്ല, CPM-കാർക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളെ കാര്യം മഹാകഷ്ടമാണ് എന്ന് സ്നേഹബുദ്ധിയ എന്ന് പറയുന്ന നാട്യത്തോടുകൂടി പറഞ്ഞവരോട് ഞങ്ങൾ പറഞ്ഞത്, നരേന്ദ്രമോദിയല്ല, നരേന്ദ്രമോദിയുടെ അപ്പാപ്പൻ വന്നാലും എങ്ങനെ നേരിടണമെന്ന് പഠിച്ചിട്ടാണ് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ നിങ്ങൾ ആരും കരയേണ്ടതില്ല, ഞങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. RSSനെ എങ്ങനെ നേരിടാമെന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ കാണുന്നത് എന്താ?
മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് മാത്രമല്ല, പാണക്കാട് തങ്ങന്മാരുടെ വീട്ടിലേക്ക് വരെ ഇഡിയെ പറഞ്ഞയച്ചുകൊണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പറഞ്ഞയച്ചുകൊണ്ട് അവരെ ഭയപ്പെടുത്താൻ RSS തയ്യാറാകുമ്പോ നമ്മൾ കണ്ടതെന്താ? SDPക്കാരുടെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നു വരുമ്പോ ആൺകുട്ടികൾ ഇറങ്ങി നിന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് തപ്പാനാണ് വന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തെരഞ്ഞതിനു ശേഷം ഇറങ്ങിപ്പോകുമ്പോ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചു നിർത്തി ബീഹാറിലും ഗുജറാത്തിലും രാജസ്ഥാനിലും അടക്കം നമ്മൾ ഇന്ന് ബംഗാളികൾ എന്ന് വിളിക്കുന്ന നിരക്ഷരരായ, അക്ഷരാഭ്യാസമില്ലാത്ത, വലിയ മസിലില്ലാത്ത സാധാരണക്കാരനായ മുസ്ലിം ചെറുപ്പക്കാരൻ ചെന്ന് ഇഡിയുടെ ഉദ്യോഗസ്ഥരോട് ചെന്ന് പറയുന്നു, രാവിലെ 10 മണിക്ക് കയറിയതാണല്ലോ ഞങ്ങളുടെ നേതാവിന്റെ വീട്ടിൽ, 5 മണിക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു, നിങ്ങൾക്ക് എന്ത് ഒലക്കെയാണ് കിട്ടിയതെന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് കൃത്യമായി അതിന്റെ രേഖയിൽ എഴുതി ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പറഞ്ഞയച്ചത്. കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് വന്നപ്പോഴോ, പാണക്കാട് ഞങ്ങളെ വിളിപ്പിക്കുമ്പോഴോ, CPM-ന്റെ നേതാക്കന്മാരെ വേട്ടയാടുമ്പോഴോ, ത്രിപുരയിലെ CPM-ന്റെ ഓഫീസുകൾ പിടിച്ചെടുത്ത് BJP-യുടെ ഓഫീസാക്കി മാറ്റുമ്പോഴോ നേതാക്കന്മാർ കാടുകളിലേക്ക് ഓടിപ്പോയിരിക്കുന്നു. തിരിച്ചു വരാൻ സമയമില്ല. ത്രിപുരയിൽ ഏറ്റവും അവസാനമായി നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിന് പഞ്ചായത്തുകളിൽ CPM-ന്റെ ത്രിപുരയിൽ BJP ജയിച്ചത് എതിരില്ലാതെയാണ്. സഖാക്കൾ ഓർക്കണം, നിങ്ങളുടെ നേതാക്കന്മാർ കാടുകളിലായിരുന്നു, തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അപ്പോഴും ഞങ്ങൾ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങൾ ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആർജവമുള്ള ആളുകൾക്ക് കടന്നു വരാവുന്ന പാർട്ടിയാണ് SDPI. അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് കടന്നു വരാം. ഏത് RSSന്റെ തെട്ടൂരത്തിന് മുന്നിലും അവരുടെ ഏത് കവാത്തിന് മുന്നിലും മുട്ടുവിറക്കാത്തൊരു പ്രസ്ഥാനത്തെ, ഒരു വിഭാഗത്തെ ഞങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തുടനീളം. ഞങ്ങളുടെ ചില ആളുകളെ കള്ളക്കേസെടുത്ത് ജയിലിലേക്ക് പറഞ്ഞയക്കാൻ RSSന് സാധിച്ചു എന്ന് വരും. ഞങ്ങളുടെ ചില ആളുകളെ കൊലപ്പെടുത്താൻ ഒരു പക്ഷെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാകും. പക്ഷേ എണ്ണി എണ്ണി കണക്ക് തീർക്കാതെ ഒരു SDPI-കാരൻ മുന്നോട്ട് പോയിട്ടില്ല. നിങ്ങൾ വ്യാമോഹിക്കേണ്ടതില്ല. സംഘപരിവാരത്തിന്റെ ഒരു തിട്ടൂരത്തിന് മുന്നിലും ഭയന്നുകൊണ്ട് ഒരു ദിവസം പോലും ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അടിച്ചാൽ തിരിച്ചടിച്ചിട്ടേ കിടന്നിറങ്ങൂ. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതുമാണ് അതാണ്. അടികൊണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് RSSകാരന്റെ തല്ല് വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോവരുത്, വീട്ടിലേക്ക് മടങ്ങിപ്പോവരുത്. 1000 കൊല്ലം അങ്ങനെ പുഴുവായി ജീവിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അരനിമിഷമെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അഭിമാനത്തോടുകൂടി മനുഷ്യനായി, അഭിമാനബോധമുള്ള മനുഷ്യനായി തന്നെ ഈ മണ്ണിൽ ജീവിച്ച് നിങ്ങളുടെ കണക്ക് തീർത്തിട്ടേ ഞങ്ങൾ മരിക്കൂ. ഇൻഷാ അല്ലാഹ്. ഇത് തീരുമാനിച്ചിട്ടാ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളോട്, കടന്നു വരുന്നവരോട്, ഇനി കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, അഭിമാനം പണയം വെക്കാനുള്ളതല്ല. നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മളുണ്ടാക്കിയ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ പ്രസ്ഥാനത്തിന് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റണം, മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഭയരഹിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള 2009 മുതലുള്ള പ്രയാണത്തിന് ഇന്ത്യ രാജ്യത്തുടനീളം വമ്പിച്ച സ്വീകാര്യത കൈവരുമ്പോ, ആളുകൾ കൂട്ടം കൂട്ടമായി ഇതിലേക്ക് കടന്നു വരുമ്പോ, രാജ്യം ഭരിക്കുന്ന ആളുകളുടെ എല്ലാവിധ ഭീഷണികളെയും മറികടന്നുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ കടന്നു വന്ന ആളുകളെ വീണ്ടും വീണ്ടും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ എന്നും ഓർക്കാവുന്ന, ആരുടെ മുന്നിലും പറയാവുന്ന, എവിടെയും നിങ്ങൾക്ക് പറയാം, ഞാൻ ഇന്നൊരു സുഡാപ്പിയാണ്. അഭിമാനത്തോടു കൂടി പറയാം, ഞാൻ ലീഗായിരുന്നു, ഞാൻ CPM ആയിരുന്നു, ഞാൻ കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ സംഘപരിവാരത്തോട് സന്ധി ചെയ്യുന്നവരായിട്ടാണ് അവരെയൊക്കെ നിങ്ങൾ കണ്ടത്. അത് തിരിച്ചറിഞ്ഞപ്പോ RSSന് അടിപ്പാവാടെ കഴുകി കൊടുക്കുന്ന എന്റെ പഴയ പ്രസ്ഥാനത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഞാൻ SDPയിലേക്ക് കടന്നു വന്നത് എന്ന അഭിമാനത്തോട് നിങ്ങൾക്ക് പറയാം. വെറുതെ പറയുന്നതല്ല. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് TG മോഹൻദാസ് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് അഭിമാനത്തോടു കൂടി പറയാം, ഞങ്ങളും ലീഗും തമ്മിൽ, RSSും ലീഗും തമ്മിൽ ബന്ധമാണെന്ന് CPM-മാർ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നാഗ്പൂരിൽ RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന സ്ഥലത്ത്, നാഗ്പൂരിലെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഞങ്ങളും മുസ്ലിം ലീഗും കൂടിയാണെന്ന് കേരളത്തിലെ മലയാള ചാനലിന്റെ ചർച്ചയിൽ TG മോഹൻദാസ് വിളിച്ചു പറയുമ്പോ അത് ശരിയല്ലെന്ന് നിഷേധിക്കാൻ പോലും ലീഗുകാരെ നമ്മൾ കണ്ടിട്ടില്ല, നിഷേധിക്കാൻ പറ്റില്ല. അത് സത്യമാണ്. നമ്മുടെ താനൂരിൽ
കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് 10 സീറ്റാക്കി കൊടുത്തത് ലീഗൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു പ്രശ്നമുണ്ടാകുമ്പോ, 2 പാർട്ടിക്കാർ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോ മുസ്ലിം ലീഗുകാരന് വേണ്ടി ഇടപെടാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി യുവമോർച്ചയുടെ, BJPയുടെ, RSSന്റെ നേതാക്കൾ കയറി വരുന്നു. മറുഭാഗത്ത് ലീഗിന്റെ പ്രവർത്തകർ, ലീഗിന്റെ കുടുംബം ഇപ്പുറത്ത് RSSകാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വരികയാണ് RSS രക്ഷിക്കാൻ. ആർക്കു വേണ്ടി? മുസ്ലിം ലീഗ് പലപ്പോഴും RSSന്റെ പരിപാടികൾക്ക് നാരങ്ങാവെള്ളവും പച്ച ലഡുവും കലക്കി കൊടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. SDPI മുന്നോട്ട് വെക്കുന്നത് സംഘപരിവാരത്തിനെതിരെയുള്ള രാഷ്ട്രീയം തന്നെയാണ്. ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. RSS മാത്രമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രു. RSSകാരനെ, RSSന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘമുണ്ടെങ്കിലും അവരെ ശത്രുവായിട്ട് മാത്രമേ ഞങ്ങൾ കാണൂ. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ്. അവരോട് നമ്മൾ അഭിമാനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയും. RSSകാരനോട് രാഷ്ട്രീയം പറയാനോ അവനോട് സന്ധി ചെയ്യാനോ ഞങ്ങളില്ല. അവർ ഞങ്ങളുടെ ശത്രുക്കളാണ്. കാരണം എന്താ? മുസ്ലിം സമുദായത്തെ, ക്രിസ്ത്യൻ സമുദായത്തെ, കമ്മ്യൂണിസ്റ്റുകളെ യാതൊരു കാരണവും കൂടാതെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും വംശഹത്യക്ക് കളമൊരുക്കുകയും ചെയ്യുന്ന RSSകാർ എന്നെ കാരണം കൂടാതെ ശത്രുവായി പ്രഖ്യാപിച്ചവനെ ഞാൻ മിത്രമായി കാണണോ? അവസരം കിട്ടിയാൽ എന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് അത് പുണ്യകരമാണെന്ന് പറയുന്ന RSSകാരനെ ഞാൻ മിത്രമായി കാണണോ? ഞാൻ അവൻ നാരങ്ങ വെള്ളം കലക്കി കൊടുക്കണോ? അതുകൊണ്ടാണ് പറയുന്നത് സംഘപരിവാരം രാജ്യത്തിന്റെ ശത്രുവാ. സംഘപരിവാരം RSSകാർ ഭരണഘടനയുടെ ശത്രുക്കളാ. സംഘപരിവാരം ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ ശത്രുക്കളാ. രാജ്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും ശത്രു എന്റെയും ശത്രുവാ. ഓരോ SDPIക്കാരന്റെയും ശത്രുവാണ്. അതുകൊണ്ട് കൃത്യമായി സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ ഭയപ്പെടുത്തലിനെ അതിജീവിച്ചുകൊണ്ട് നിർഭയ രാഷ്ട്രീയത്തിന്റെ തണലിലേക്ക് ഈ ധവള നക്ഷത്രാങ്കിത രക്തഹരിത പതാക പിടിക്കാൻ തയ്യാറായി കടന്നു വന്ന സെയ്ദ്, കോടേരി വളപ്പിൽ സെയ്ദ്, പിതാവ് ഹസൻകുട്ടിക്ക, മാതാവ് ഖദീജ, ആഷിഖ്, പാലക്കൽ അബ്ദുറഹ്മാൻ, പുലിക്കൽ മുഹമ്മദ്, പാറമൽ മുഹമ്മദ്, പള്ളിപ്പുഴ മുഹമ്മദ് ഹനീഫ, ഇല്ലിക്കൽ റിസാൽ, മായിൻകാനകത്ത് സിദ്ദീഖ് തുടങ്ങി മുഴുവൻ ആളുകളെയും SDPIയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളിലൂടെ, നിങ്ങളുടെ നാവുകളിലൂടെ നിങ്ങൾ കണ്ടെത്തിയ സത്യത്തെ, രാഷ്ട്രീയത്തെ, നിർഭയ രാഷ്ട്രീയത്തെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കണമെന്ന് നിർഭയത്വത്തോടുകൂടി നിങ്ങൾക്ക് കിടന്നുറങ്ങാമെന്ന വാഗ്ദാനം മാത്രം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് SDPI. അടുത്തതായി നിർഭയ രാഷ്ട്രത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് മെമ്പർഷിപ്പ് വിതരണമാണ്. അത് നൽകുന്നത് പാർട്ടിയുടെ സമുന്നതായ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സാഹിബ് അവர்களാണ്. നമ്മൾ ഓരോരുത്തരായി പേരെടുക്കുന്നത്. ഒരു സഹോദരൻ കൂടി കടന്നു വന്നിട്ടുണ്ട്. റയീസ് പറ്റേൽ. ആദ്യമായി അസൻകുട്ടിക്ക, നമ്മുടെ പ്രിയപ്പെട്ട അസൻകുട്ടിക്ക, കോടേരി വളപ്പിൽ. അടുത്തതായി സെയ്ദ്, കോടേരി വളപ്പിൽ. അദ്ദേഹത്തെ ഷാൽ അണിയിക്കുന്നത് മണ്ഡലം സെക്രട്ടറി നജീബാറുകളാണ്. അടുത്തതായി ആഷിഖ്, കോടേരി വളപ്പിൽ. അദ്ദേഹത്തെ ഷാൽ അണിയിക്കുന്നത് മണ്ഡലം വൈസ് പ്രസിഡന്റ് അലവി സാഹിബ് അവர்களാണ്. അടുത്തതായി അദ്ദേഹത്തിന്റെ കുട്ടിക്കാട്ട ഭാര്യയും ആഷിഖിന്റെയും
സെയ്ദിന്റെ മാതാവുമായ ഖദീജ അവരുടെ ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി വീട്ടിലാണ്. അടുത്തതായി അബ്ദുറഹ്മാൻ പാലക്കൽ പുല്ലു, അദ്ദേഹത്തിന് വേണ്ടി ഷാലടിക്കുന്നത് മണ്ഡലം വൈസ് പ്രസിഡന്റ് സബ്ക സാബികൾ. അടുത്തതായി മുഹമ്മദ് പി പുളിക്കൽ പുല്ലൂർ, അദ്ദേഹത്തിന് വേണ്ടി ഷാലടിക്കുന്നത് ഹംസ മണ്ഡലം തിരു മുനിസിപ്പൽ പ്രസിഡന്റ് ഹംസ സാഹിബാണ്. അടുത്തതായി കുഞ്ഞഹമ്മദ് പി പാർമൽ, അദ്ദേഹത്തെ ഷാലടിക്കുന്നത് ഇബ്രാഹിം പുതുത്തോട്ടിൽ അവർക്കാണ്. അടുത്തതായി മുഹമ്മദ് അനീഫ പി പള്ളിപ്പാട്, അദ്ദേഹത്തെ ഷാലടിക്കുന്നത് തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീം സാഹിബ് അവர்களാണ്. അടുത്തതായി റിസാൽ ഇ കെ ഇല്ലിക്കൽ ഹൗസ്, അദ്ദേഹത്തെ ഷാലടിക്കുന്നത് തലക്കാട് പഞ്ചായത്ത് സെക്രട്ടറി റംസാദ് അവர்களാണ്. അടുത്തതായി റയീസ് പി കൊച്ചുമ്മൽ, അദ്ദേഹത്തെ സ്ഥാനിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹൈദർ സാഹിബ് അവர்களാണ്. എല്ലാവരും ഒന്ന് നിരന്നിരിക്കുകയാണ്.